സീരിയലിൽ നിന്നും സിനിമയിലേക്ക് എത്തിയവർ നിരവധി പേരുണ്ട്. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. സീരിയൽ താരങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും സിനിമയിൽ അവസരം ലഭിക്കുക എന്നതും നല്ല വേഷങ്ങൾ ലഭിക്കുക എന്നതും ഏറെ പ്രയാസകരമാണ്. സീരിയൽ താരങ്ങളെ അവഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന പ്രവണത സിനിമാ ലോകത്ത് ഉണ്ടെന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടി സുചിത്ര. വാനമ്പാടി എന്ന സീരിയലിലൂടെ താരമായ നടിയാണ് സുചിത്ര. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനിലൂടെയാണ് സുചിത്ര സിനിമയിലെത്തുന്നത്. ചിത്രത്തിലെ സുചിത്രയുടെ വേഷം കയ്യടി നേടിയിരുന്നു. അതേസമയം സീരിയലിൽ നിന്നും തിരഞ്ഞെടുത്തതിൽ പലർക്കും ദഹിച്ചിട്ടില്ലെന്നാണ് സുചിത്ര പറഞ്ഞത്. ഇപ്പോഴും പല ആളുകൾക്കും സീരിയലിൽ നിന്ന് എടുത്തത് ദഹിച്ചിട്ടില്ല. സീരിയലിൽ നിന്ന് എടുത്തോ എന്നൊക്കെയുള്ള ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജുകൾ വരാറുണ്ട്. സീരിയലിൽ നിന്ന് പോയോ, അയ്യേ ലിജോ സാർ സീരിയലിൽ നിന്ന് എടുത്തതാണോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴുമുണ്ട്. സീരിയലിൽ നിന്നായിക്കോട്ടെ, എല്ലാവരും കലാകാരന്മാർ ആണെന്നുള്ള കൺസിഡറേഷൻ കൊടുക്കുക. സീരിയലിൽ നിന്ന് വരുന്ന ആൾക്കാർ ആണെങ്കിൽ അഭിനയിച്ചു വരുന്നവരാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. എല്ലാവർക്കും അവസരം കിട്ടട്ടെ, എല്ലാ മേഖലയിലും എല്ലാവർക്കും സജീവമായി നിൽക്കാൻ പറ്റട്ടെ എന്നാണ് സുചിത്ര പറഞ്ഞത്. ലിജോ സാറിനെ പോലൊരു മനസ്സ് എല്ലാ സംവിധായകർക്കും ഉണ്ടാവട്ടെ, അത്രമാത്രമാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ലിജോ സാറിന് അങ്ങനെയൊരു ചിന്തയുണ്ടെന്ന് തോന്നുന്നില്ല. ആര് നന്നായി പെർഫോം ചെയ്യുന്നുവോ അവർ നമ്മുടെ സിനിമയിൽ വേണം എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ എല്ലാവരും ചിന്തിക്കട്ടെ എന്നും സുചിത്ര പറയുന്നു. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വാനമ്പാടി കഴിഞ്ഞ് നിന്ന സമയത്ത് കുറേ സിനിമകളിൽ നിന്ന് വിളിച്ചിരുന്നു. വിളിച്ച ശേഷം ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് ചോദിക്കും. സീരിയൽ കഴിഞ്ഞ് നിൽക്കുകയാണ്, സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ഞാൻ പറയും. അടുത്ത കോളിൽ പറയുക, സീരിയലിൽ ഒത്തിരി എസ്റ്റാബ്ലിഷ് ആയിപ്പോയി, എല്ലാവരുമായി ചർച്ച ചെയ്തപ്പോൾ തൽക്കാലം വേണ്ട എന്നാണ്. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഈ മുഖം ഒന്ന് മറക്കട്ടെ എന്നാണ് പറയുക. എനിക്കറിയില്ല അതെന്താണെന്ന്, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നുവല്ലോ എന്നോർത്ത് സങ്കടം വന്നിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു. താൻ വാലിബനിലേക്ക് എത്തിയതിനെക്കുറിച്ചും സുചിത്ര സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കരുതിയിരിക്കുന്നത് ലാലേട്ടനാണ് എന്നെ വാലിബനിലേക്ക് വിളിച്ചതെന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല, ലിജോ സാറാണ് എന്നെ വിളിക്കുന്നതെന്ന് സുചിത്ര പറയുന്നു. അദ്ദേഹം ബിഗ് ബോസ് കാണുമായിരുന്നു. ടിനു പാപ്പച്ചനും ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ലിജോ സാർ ബിഗ് ബോസ് കണ്ടിരുന്നു. അതിനുശേഷം നമ്മുടെ കഥാപാത്രത്തിന് ഈ കുട്ടി എങ്ങനെയുണ്ടാകുമെന്ന് ടിനു ചേട്ടനോട് ചോദിച്ചുവെന്ന് സുചിത്ര പറയുന്നു. ബിഗ് ബോസിൽ നിന്നുള്ള വലിയ ഗുണങ്ങളിൽ ഒന്നാണ് വാലിബൻ എന്നാണ് സുചിത്ര പറയുന്നത്. അടുത്ത ബിഗ് ബോസ് വരാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്ന മത്സരാർത്ഥികളോട് എനിക്ക് പറയാനുള്ളതും ഇതാണ്. ലിജോ സാറൊക്കെ ഷോ കാണുന്നുണ്ട്, നിങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പോയി പെടുമെന്നും സുചിത്ര പറയുന്നു.